ഇവരുടെ എല്ലാവരുടെയും കേരള എന്നുള്ള ജേഴ്സി കാണുമ്പോൾ എല്ലാവരും ചോദിക്കൂട്ടോ എന്തിനു വേണ്ടിയാ പ്രാക്ടീസ് ചെയ്യണത്, ഏതാണ് ഇവന്റ് എന്നൊക്കെ. ശനിയാഴ്ച രാവിലെ 6:30 ആകുമ്പോഴേക്കും എക്സലൻസി ബാച്ച് സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് തുടങ്ങും. എല്ലാവരും ഏകദേശം 1 ഹവറിന്റെ മേലെ ഓടുട്ടോ. അത് കഴിഞ്ഞ് ഒരു 5-6 സെറ്റ് ഷോർട്ട് സ്പ്രിന്റ് ചെയ്യും. രാവിലെ 8 മണിയാകുമ്പോഴേക്കും റോഡിൽ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അതിന്റെ ഇടയിൽ കുറച്ച് ക്യൂട്ട്നെസ് ആവും. ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഡേഞ്ചറസ് പീപ്പിൾസ് ആണ്. അതിന്റെ ഇടയിൽ ചെറിയ ചാറ്റൽ മഴ വന്നു പോയി. ഇവരെല്ലാവരും നാഷണൽസ് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. എല്ലാവർക്കും കേരള എന്നുള്ള ജേഴ്സി ഉണ്ട്. അപ്പൊ ജേഴ്സി കാണുമ്പോൾ ആൾക്കാർ കൗതുകത്തിൽ ചോദിക്കും എന്താ പ്രാക്ടീസ് ചെയ്യണേന്ന്. സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ്ങും അതേപോലെ ബാക്കിയുള്ള എക്സസൈസും ചെയ്തു തുടങ്ങും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടീവ് ആണ്. കാരണം നമ്മുടെ മുന്നിൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോയി. തൊട്ടടുത്തുള്ള ഒരു ചായക്കട തന്നെയാണ് നമ്മൾ ചായ കുടിച്ചത്. അങ്ങനെ എല്ലാവരും ചായയും കാപ്പിയൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ച് കുറെ തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നോട്ടോ. ഇവന് ദുൽഖർ സൽമാന്റെ അത്ര താടി എന്ന് അവൻ പറയണത്. ഇതൊന്നും കേൾക്കാൻ വയ്യാന്നുള്ള മട്ടിലാണ് അവൻ ഇരിക്കുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ നേതാജി ക്ലബ്ബ് പൂളിലോട്ട് പോയി. ഞങ്ങൾ പൂള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലാക്സ് ചെയ്യാൻ വേണ്ടി പൂളെടുത്ത് ഞങ്ങൾ തൊട്ടാപ്രാന്തി പോലെ തലയിൽ തൊട്ടിട്ട് കളിച്ചിട്ട് അവസാനം വെയ്യാണ്ടായിട്ടോ. ആദ്യം തൊട്ടാൾ ഒറ്റയ്ക്കാണ് ഔട്ടാവുന്നത്. പിന്നെ വല പിടിച്ച് അങ്ങനെ എല്ലാവരും ഔട്ടാക്കുന്ന രീതിയിലാണ് കളിച്ചത്. അതിന്റെ ഇടയിൽ നമ്മുടെ കുറെ കോപ്രായങ്ങളും അഭ്യാസങ്ങളും. കളിയുടെ ഇടയിൽ കുറെ ചിരിക്കാനും തമാശയൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ച് വയ്യാണ്ടായി. ബാഹുബലിയും കട്ടപ്പയാണ് ഇപ്പൊ കണ്ടത്. പിന്നെ ഹൈ നല്ല കണ്ടുപിടുത്താം, സന്തോഷമായിക്കണങ്ങൾ. അങ്ങനെ നമ്മുടെ ടൈം ആയപ്പോ നമ്മൾ പൂളിൽ നിന്ന് കയറി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.